ഹലോ സവോട്ട എവിടെയാണ്? ഞാൻ മറ്റാഞ്ചേരിയിലൊക്കെ മീൻ കേട്ടിട്ടുണ്ടോ? ആ പിന്നെ സവോട്ടോ നമ്മുടെ ആൻസിയുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടല്ല വേണോട്ടാ. മീനൊക്കെ നമ്മുടെ അവിടെ തന്നെയല്ലേ? എന്തൊക്കെ വേണം നിങ്ങക്ക്? നമ്മുടെ കയ്യിൽ ഇപ്പൊ കേര കരിമീൻ പിന്നെ കൂടുതലിരിപ്പുണ്ട്. ഇതിലേത് എവിടെ എപ്പ കൊണ്ട് തന്നെ ഒന്ന് സവാട്ടിന് പറഞ്ഞാൽ മതി, സവാട്ടി എത്തിച്ചു തരും കേട്ടല്ലോ. ഓക്കെ സവാട്ടോ, നാളെ കാണോട്ടാ. മാട്ടിയാ ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടാണ്ടാ? നമ്മടെ ഒരു വച്ചാൻ വന്നിട്ടുണ്ട്. അവൻ കാണണമെന്ന് പറഞ്ഞ് കൊറേ നേരം വിളിക്കണേ. ഇപ്പോഴൊന്നില്ലേ ശരിയാവൂല, അതുകൊണ്ടാണ്. നീ പടിയായിക്കോടാ. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളോട്ടാ. അച്ഛാ റെഡി ആയിട്ട് കേടാ. കുറച്ച് ലേറ്റ് ആയി പോയി. ഹാർബറിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. കയറി പോവാ. നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം, രാവിൻ പടവിൽ നീളും വഴിയിൽ കാലം കഥകൾ എഴുതുന്നു. നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം. വേണ്ട ചായ ഒന്നും വേണ്ട. മച്ചാന് ചായ എത്ര ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ ലൂക്കാച്ചൻ വന്ന പിന്നെ ശീലമായി. ഇപ്പൊ വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും ചായ മസ്റ്റാണ്. ഈ ലൂക്കാച്ചനാളൊരു പ്രത്യേക ടൈപ്പാണല്ലേ. അല്ല ചേട്ടൻ എങ്ങനെ ലൂക്കാച്ചനായിട്ട് പരിചയം? ഇതുപോലത്തെ രാത്രിയായിരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. Seal the light. Time has come to set you right. I'll drown our back home. I'll drown our back home. The holy angel rising, shine above the dark. Sing the song of love.
the light. Time has come to set you right. Our down I back home. Our down I back home. എന്ത് വെക്കാനാ പോയേ? പറ, ഞാനും കൂടി ഒന്ന് അറിയട്ടേന്ന്. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ചായ വേണോ? ചേട്ടാ, എന്തൊന്നും മിണ്ടാത്തെ? ചേട്ടന് മിണ്ടാൻ പറ്റത്തില്ലേ? ഞാനില്ലെങ്കിൽ കാണായിരുന്നു. അവരെല്ലാരും കൂടെ വട്ടോട്ട് ഇടിച്ചേനെ. കരയാൻ വരട്ടെ. അങ്ങനെ ഇപ്പൊ കരയേണ്ട കാര്യമൊന്നുമില്ല. പറ, സബാട്ടിക്ക് എന്താ പ്രശ്നം? അല്ല, എൻ്റെ പേരെങ്ങനെ? അത് ഞങ്ങൾ അച്ഛമ്മയുടെ ഒരു സ്ഥിരം നമ്പറാ. അത് വിട്, ചേട്ടാ കാര്യം പറ. കുറച്ച് പൈസ വേണമെന്ന് വെച്ചോ. പൈസക്ക് വേണ്ടിയിട്ടാണോ? പൈസക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കക്കാൻ പോവാ സബാട്ടിയെ? പൈസക്ക് വേണ്ടി പണിയെടുക്കല്ലേ വേണ്ടേ? അച്ചോ, ഞാൻ മൊത്തത്തിൽ പോയിരിക്കണ്ട അച്ചോ. എന്റെ പെങ്ങടെ കല്യാണമാണ് അച്ചോ നാളെ. 1 രൂപ പോലും എന്റെ കയ്യിലെടുക്കാനില്ല. മാർക്കറ്റിൽ അവിടെ ഇവിടെ ഞാൻ ബ്ലേഡിന് പൈസ ചോദിച്ചാണ്. അവരവസാനം കാലുമാറി. എനിക്ക് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല അച്ചോ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്റെ വീട്ടുകാർക്ക്. അതോടും പറ്റിയില്ലെങ്കിൽ അച്ചോ ഞാൻ ചത്തളയും. സബാട്ടി,
നീ പറയണ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ കക്കാൻ പോയിട്ട് കിട്ടിയ പൈസ കൊണ്ട് നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തിയാൽ നിനക്ക് സന്തോഷമാവും. ഈ കാശിനെ അങ്ങനൊരു കുഴപ്പമുണ്ട്. അത് അവനവൻ ഉണ്ടാക്കിയാലേ നമുക്കത് സന്തോഷമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അച്ചോ, പണിയെടുത്ത് പെങ്ങളുടെ കല്യാണം നടത്തണമെന്നാ ഞാനും വിചാരിച്ചേ. ഓരോന്ന് കഴിയുമ്പോ ഓരോന്നാ. ഞാൻ എന്ത് ചെയ്യാനാണ്? പള്ളി പോയി തന്ന പൈസ കിട്ടുമോ? ഏയ്, പള്ളിയിൽ പോയ കാശൊന്നും കിട്ടില്ല. പിന്നെ നിനക്ക് കാശ് തരാനുള്ള കർത്താവ് അവിടെ ഇരിക്കണം. സബാട്ടി, നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ തന്നെ ഒന്ന് ആലോചിച്ചോ, കുറച്ചു നേരം മുന്നുള്ള നിന്റെ അവസ്ഥ. അത്ര ആൾക്കാരുടെ മുന്നിൽ നീ ഒരു കള്ളനായി വന്ന് പെട്ടപ്പോൾ ഈ പറയണ പള്ളിയിലെ ആൾക്ക് വേദനിച്ചോണ്ടാ നീ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകിട്ട് എനിക്ക് ആ വഴി വന്നാൽ പോരെ. നീ പറഞ്ഞ പള്ളിയിലെ ആളില്ലേ, അയാൾക്ക് ആഗ്രഹം ഉണ്ടടാ നിന്റെ പെങ്ങളൊരു കള്ളൻ്റെ പെങ്ങളെ മാറരുതെന്ന്. ഈ രാത്രിയിൽ നീ അതെടുക്കാൻ പോകുമ്പോൾ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ആ വഴി നിനക്ക് വേണ്ടി ആരോ കാത്തിരിക്കണ്ടെന്ന് കർത്താവിനെ അറിയണോണ്ടല്ലേ. നീ ചെയ്തത് തെറ്റെന്നെ സബാട്ടിയെ, അത് നീ മനസ്സിലാക്കണം. നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും നിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇപ്പം അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാഞ്ഞെന്ന്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പുസ്തകമുണ്ട്, ബൈബിൾ എന്ന് പറയും. അതിലൊരു കഥയുണ്ട്. അവളെ എല്ലാവരും കല്ലെറിഞ്ഞ് അവൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരെയും മാറ്റി നിർത്തി അവൾക്ക് വേണ്ടി അവൻ ഒറ്റയ്ക്ക് കാത്തു നിൽക്കുന്നുണ്ട്. കാരണം അവനറിയാം അവളെ ആ തെറ്റിലേക്ക് നയിച്ചത് അവളുടെ സാഹചര്യങ്ങളായിരുന്നു എന്ന്. അച്ചോ, ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? ഞാൻ ഈ രാത്രി ആരടുത്ത് പോകാനാണ് അച്ഛാ? ഈ രാത്രി നീ എൻ്റെ അടുത്തല്ലട വരണ്ടായിരുന്നേ, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അന്ന് രാത്രി അങ്ങനെ എന്നെ വെല്ലാറുപാടം പള്ളിക്ക് കൊണ്ടുപോയി. എന്നോട് പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞ് അങ്ങേര് പോയി തിരിച്ചു വന്നപ്പോൾ അങ്ങേരുടെ കയ്യിൽ എനിക്ക് വേണ്ട പൈസ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരാൾ പോലും എനിക്ക് ഇത്ര പൈസ തന്നിട്ടില്ല. അന്ന് തുടങ്ങിയതാ എനിക്ക് ആ മനുഷ്യനായിട്ടുള്ളൂ. അല്ല മച്ചാനെ, എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു, മച്ചാൻ്റെ സ്റ്റോറി പറഞ്ഞില്ലല്ലോ. എന്താണ്? നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം. രാവിൻ പടവിൽ
നീളും വഴിയിൽ കാലം കഥകൾ എഴുതുന്നു